ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച കോട്ടയം പാലാ വധക്കേസിലെ പ്രതി ശാന്തിക്ക് 6 വർഷം തടവ് ശിക്ഷ. സ്വന്തം മകനെ തലക്കടിച്ച് കൊന്ന ശേഷം ശാന്തി സ്വയം പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതം നടത്തുകയായിരുന്നു. 3 മാസം മുന്നേ നടന്ന കൊലപാതകം ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഉച്ചയോടടുക്കുമ്പോഴേക്കും കോടതി മുറ്റത്ത് മൈക്കും ക്യാമറയുമായി മാധ്യമപ്രവർത്തകർ ഏറെ ആവേശത്തോടെ ആ വാർത്ത പങ്കുവച്ചു. ഇത് സംഭവം മറ്റേ കേസാണ്, തള്ള പിഴയായിരുന്നിരിക്കണം, ചെക്ക നേരിട്ട് സംഭവം കണ്ടു കാണും, അതാ കയ്യോടെ കാച്ചിയത്. പോടോ, ആ ചെക്കൻ ഏതാണ്ട് മയക്കുമരുന്നൊക്കെ വലിച്ച് കയറ്റിയിട്ടുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് വ്യക്തമായി ഉണ്ടായിരുന്നു. കെക്ക് കയറിയപ്പോൾ അവൻ തള്ളേ കയറി പിടിക്കാൻ ചെന്ന് കാണും, അതാ കാച്ചിയത്. എന്തായാലും ജീവപര്യന്തം കൊടുക്കാതെ കോടതി ഇനി മനുഷ്യത്വം കാണിച്ചു. പല പല അഭിപ്രായങ്ങൾ അവിടെ മുഴങ്ങി കേൾക്കുമ്പോൾ അവയ്ക്കിടയിൽ മകളെ നെഞ്ചോട് ചേർത്ത് നിശബ്ദനായിരുന്നു നന്ദൻ. മിഴികളിൽ ഇരച്ചു കയറിയ നീരുറവ തടുത്തു നിർത്താൻ അവന് കഴിയുമായിരുന്നില്ല. അച്ഛ, അമ്മ ഇനി ജയിലിൽ പോവോ? ഉള്ളു പിടഞ്ഞുള്ള മകളുടെ ആ ചോദ്യത്തിന് മറുപടി നൽകുവാൻ കഴിയാതെ വിതുമ്പി നന്ദൻ. അമ്മ വരും മോളെ, നമ്മളെ വിട്ട് അമ്മ എവിടെയും പോവില്ല. ഇടറിയ ശബ്ദത്തിൽ മറുപടി നൽകുമ്പോൾ നന്ദൻ്റെ ഉള്ളം നീറുകയായിരുന്നു. ഡോ, തൻ്റെ പെണ്ണുപിള്ളയ്ക്ക് എന്ത് വട്ടാണോ? ചുമ്മാ ശിക്ഷ ഇരുന്ന് വാങ്ങാൻ. ചെക്കൻ അവരെ കയറി പിടിച്ചതാണ് കൊലപാതക കാരണമെന്ന് നാട്ടിൽ പാട്ടാണ്. എന്നാ പിന്നെ ഉള്ളത് കോടതിയിൽ പറഞ്ഞിട്ട് സഹതാപം നേടിയെങ്കിലും താടി ഊരാൻ നോക്കിക്കൂടെ? ഇതിപ്പോൾ ജയിലിൽ പോയി കിടന്ന നരകിക്കാനായിട്ട്. കഷ്ടം. പോലീസുകാരിൽ ഒരാൾ പുച്ഛത്തോടെ അരികിലേക്ക് എത്തുമ്പോൾ നിശബ്ദനായി തന്നെ ഇരുന്നു നന്ദൻ. ഡാ, നീ കള്ളു കുടിച്ച് ബോധം കെട്ട് നടക്കാതെ മര്യാദയ്ക്ക് കുടുംബം നോക്കിയിരുന്നേൽ ചെക്കൻ ഇങ്ങനെ വഷളായി പോകില്ലായിരുന്നു. പക്ഷെ ആ ചെക്കനെ പുണ്യാളനാക്കി നിന്റെ പെണ്ണുമ്പുള്ള ജയിലിൽ പോണത് ഓർക്കുമ്പോഴാ അതിശയം. അതും ആകെയുള്ള മോളെ ബോധമില്ലാത്ത തന്നെ ഏൽപ്പിച്ചിട്ട്. പുച്ഛത്തോടെയാണ് പോലീസുകാരൻ ആ വാക്കുകൾ പറഞ്ഞതെങ്കിലും അവ കൂരമ്പുകളായിട്ടാണ് നന്ദൻ്റെ കാതുകളിൽ തുളഞ്ഞു കയറിയത്. ശരിയാണ്, തൻ്റെ തെറ്റാണ്. ജോലിക്ക് പോലും പോകാതെ കള്ളു കുടിച്ച് ലെക്ക് കെട്ട് നടന്നപ്പോൾ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല ഇങ്ങനെയൊരാപത്ത്. സ്വയം ശപിച്ചുകൊണ്ടവൻ മകളെ വീണ്ടും നെഞ്ചോട് ചേർത്തു. അച്ഛാ, ഇങ്ങനെ ഇറുക്കെ പിടിക്കല്ലേ, എനിക്ക് വേദനിക്കുന്നു. മകളുടെ വാക്കുകൾ കേട്ട് പെട്ടെന്നവൻ പിടിയയച്ചു. ഓ സോറി മോളെ, അച്ഛൻ ഓർത്തില്ല. മകളെ തലോടുമ്പോൾ അവൻ്റെ മിഴികൾ വീണ്ടും തുളുമ്പി. അല്പസമയം ആ ഇരിപ്പ് തുടരവേ തിരക്കുകൾക്കിടയിൽ പോലീസ് അകമ്പടിയിൽ ശാന്തിയെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് കണ്ടു അവൻ. അച്ഛാ, ദേ അമ്മ. മകൾ വിരൽ ചൂണ്ടുമ്പോൾ അവളുടെ കൈ പിടിച്ചുകൊണ്ട് വേഗം അവിടെ കൂടി നന്ദൻ. പുറത്തേക്കെത്തിയ ശാന്തിയുടെ മിഴികൾ പരതിയതും അവരെ തന്നെയായിരുന്നു. പക്ഷേ മാധ്യമപ്രവർത്തകരുടെ തിരക്ക് മൂലം പോലീസുകാർ ശാന്തിക്ക് ചുറ്റും തീർത്ത സുരക്ഷാ വലയത്തെ മറികടക്കുവാൻ നന്ദന് കഴിഞ്ഞില്ല. അപ്പോഴേക്കും ശാന്തിയുടെ മിഴികൾ അവരെ കണ്ടെത്തിയിരുന്നു. സാർ, എൻ്റെ ഭർത്താവും മോളുമാണ്. പോകുന്നതിന് മുന്നേ അവരോടൊന്ന് സംസാരിച്ചോട്ടെ ഞാൻ. ആ ദയനീയ ചോദ്യത്തിന് പോലീസുകാർ അനുമതി നൽകിയ നിമിഷം നന്ദനും ശാന്തിക്കുമിടയിലെ തടസ്സങ്ങൾ നീങ്ങിയിരുന്നു. നിറകണ്ണുകളോടെ തൻ്റെ മുന്നിൽ നിൽക്കുന്ന നന്ദനെ നോക്കി പുഞ്ചിരിച്ചു ശാന്തി. ശാന്തി, ഈ വേദനയിലും എങ്ങനെ ചിരിക്കുവാൻ കഴിയുന്നു നിനക്ക്? ആ ചോദ്യത്തിന് മുന്നിൽ ഒരു നിമിഷം നിശബ്ദയായ ശേഷം അവൾ തുടർന്നു. ഇപ്പോൾ ഒരു മരവിപ്പാണ് ഏട്ടാ മനസ്സ് നിറയെ. ഈ വേദന ഞാൻ ചോദിച്ചു വാങ്ങിയതല്ലേ? എന്തിൻ്റെ പേരിലായാലും ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണ്. നമ്മുടെ മോൻ. തൊണ്ടയിടറിയപ്പോൾ ഒരു നിമിഷം വീണ്ടും നിശബ്ദയായി ശാന്തി. ഏട്ടൻ എൻ്റെ അവസ്ഥ ഓർത്ത് വിഷമിക്കണ്ട. 6 വർഷങ്ങളല്ലേ, എനിക്കത് പ്രശ്നമല്ല. പക്ഷേ ആ 6 വർഷങ്ങൾ ഏട്ടൻ ഒരു നല്ല അച്ഛനാകണം. അറിയാലോ, നമ്മുടെ മോൾക്കിപ്പോൾ ഏട്ടൻ മാത്രമേ ഉള്ളൂ. സത്യം, അത് നമുക്കിടയിൽ ഒതുങ്ങണം. വളർന്നു വരുമ്പോൾ അതിൻ്റെ പേരുകൾ നമ്മുടെ മകളെ ചുറ്റി വരിയുവാൻ അവസരം ഉണ്ടാകരുത്. കഴിയുമെങ്കിൽ നമ്മൾ മുന്നേ തീരുമാനിച്ചതുപോലെ ഉള്ളതൊക്കെ വിറ്റുപെറുക്കി മറ്റെവിടെയെങ്കിലും പോയി ജീവിക്കണം. ഒന്ന് നിർത്തി അവൾ പതിയെ മകൾക്ക് നേരെ തിരിഞ്ഞു. ആ കരഞ്ഞു കലങ്ങിയ മുഖം ഉള്ളിലൊരു നോവായെങ്കിലും മനസ്സിലെ വേദന പുറത്ത് കാട്ടാതെ പുഞ്ചിരിച്ചു ശാന്തി. മോള് കഴിഞ്ഞതൊക്കെ മറക്കണം, നല്ലോണം പഠിക്കണം, അച്ഛൻ പറയുന്നതൊക്കെ അനുസരിക്കണം. അമ്മ വേഗം വരും കേട്ടോ. അമ്മേ. പൊട്ടിക്കരഞ്ഞുകൊണ്ട് മകൾ തന്നെ പുണരുമ്പോഴേക്കും ശാന്തിയുടെ നിയന്ത്രണം വിട്ടിരുന്നു. അലമുറയിട്ടവൾ പൊട്ടിക്കരയുമ്പോൾ ആ രംഗങ്ങൾ പകർത്തുവാൻ നിന്ന മാധ്യമപ്രവർത്തകർ പോലും ഉള്ളിലൊരു പിടച്ചിലോടെ ക്യാമറകൾ ഓഫ് ചെയ്തിരുന്നു. ശാന്തി വരൂ, സമയം കഴിഞ്ഞു. അരികിലെത്തിയ വനിതാ പോലീസിൻ്റെ മുഖത്തേക്കൊന്ന് നോക്കിയ ശേഷം നിറകണ്ണുകളോടെ നന്ദന് നേരെ തിരിഞ്ഞു അവൾ. ഏട്ടാ, ഒന്ന് ചോദിക്കട്ടെ, നമ്മുടെ മോനെ ഓർക്കുമ്പോൾ എന്നോട് വെറുപ്പുണ്ടോ ഏട്ടന്? ഏയ്, ഒരിക്കലുമില്ല. എൻ്റെ ഉള്ളു പിടയുന്നത് നിൻ്റെ ഈ അവസ്ഥ ഓർത്തിട്ടാണ്. ഇതിനെല്ലാം കാരണം എൻ്റെ ശ്രദ്ധയില്ലായ്മയാണെന്ന് ഓർക്കുമ്പോൾ ഉള്ളു പിടയുക. മറുപടി പറയാൻ നിന്നില്ല ശാന്തി.
മിഴികൾ തുടച്ചുകൊണ്ടവൾ പതിയെ പോലീസ് ജീപ്പിലേക്ക് കയറി. സെൻട്രൽ ജയിലിലേക്കുള്ള യാത്രക്കിടയിൽ ശാന്തിയുടെ ഓർമ്മകൾ പിന്നിലേക്ക് സഞ്ചരിച്ചു. കൃത്യമായി പറഞ്ഞാൽ അവളുടെ ജീവിതം മാറ്റിമറിച്ച ആ ദിവസത്തിലെ നടുക്കുന്ന ഓർമ്മകളിലേക്ക്. മോനുപദ്രവിക്കാൻ ശ്രമിച്ചത് നിന്നെ അല്ല അല്ലേ? അപ്രതീക്ഷിതമായ ആ ചോദ്യത്തിനു മുന്നിൽ ഒരു നിമിഷം ഒന്ന് നടുങ്ങി ശാന്തി. തല ഉയർത്തുമ്പോൾ ഒപ്പം ജീപ്പിലിരിക്കുന്ന വനിതാ കോൺസ്റ്റബിളാണ് ആ ചോദ്യം ചോദിച്ചതെന്നവൾക്ക് മനസ്സിലായി. ശാന്തിയുടെ നടുങ്ങിത്തെറിച്ച മുഖം കണ്ട് അവർ അവളുടെ കരങ്ങളിൽ പതിയെ തലോടി. താൻ പേടിക്കണ്ട, ഇക്കാര്യം ഞാനാരോടും പറയില്ല. ഈ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ആരംഭത്തൊട്ടേ ഞാനുണ്ടായിരുന്നു. സംഭവം നടന്ന ശേഷം നിന്റെ മകളുടെ ശാരീരിക അസ്വസ്ഥതയിൽ നിന്നും എനിക്ക് സംശയം തോന്നിയിരുന്നു. പക്ഷേ നീ കുറ്റം ഏറ്റു പറഞ്ഞതുകൊണ്ട് തന്നെ അന്നാ വഴിക്ക് അന്വേഷണം പോയില്ല. മാത്രമല്ല, നീയും മകനുമായുണ്ടായ ബലപ്രയോഗത്തിനിടയിൽ മകളും പെട്ടുപോയിരുന്നുവെന്ന് വിദഗ്ധമായി നീ മൊഴി കൊടുത്തിരുന്നല്ലോ. ഒന്ന് നിർത്തിയ ശേഷം പതിയെ ശാന്തിയുടെ മുഖത്തേക്ക് തന്നെ തുറച്ചു നോക്കിയവർ. ഒരു സംശയം ചോദിക്കട്ടെ ഞാൻ? സ്വന്തം മകനല്ലേ? കൊല്ലാൻ വേണ്ടി തന്നെയാണോ നീ? പാതി മുറിഞ്ഞ ആ ചോദ്യം ശാന്തി പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മറുപടി വൈകിയില്ല. അതെ മേഡം, കൊല്ലാൻ വേണ്ടി തന്നെയാണ് ചെയ്തത്. ഒരുപക്ഷെ ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ ലഹരി വിട്ടകലുമ്പോൾ കുറ്റബോധത്തിൽ ചങ്കുപൊട്ടി ചത്തേനെ എൻ്റെ മോൻ. അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്തേനെ അവൻ. ഒന്ന് നിർത്തിയ ശേഷം ആ വനിതാ കോൺസ്റ്റബിളിൻ്റെ മുഖത്തേക്ക് നോക്കി അവൾ. മേഡം, സ്വന്തം പെങ്ങളെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത വിധം ലഹരിക്ക് അടിമപ്പെട്ടുവെങ്കിൽ അവനിനി ജീവിക്കേണ്ട എന്ന് തോന്നിപ്പോയി. മോള് വളർന്നു വരികയാണ്. സത്യം തുറന്നു പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സമൂഹത്തിനു മുന്നിൽ അവളെ ഒരു ഇരയാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മേഡം. ആരുടെ ഒരു നോട്ടം പോലും പതിയാതെ എൻ്റെ മകൾ സുരക്ഷിതയായിരിക്കണം. അതിനുവേണ്ടിയാണ് ഞാനിതെല്ലാം സ്വയം ഏറ്റത്. ആ ദൃഢമായ വാക്കുകൾക്ക് മുന്നിൽ ഏറെ അതിശയിച്ചു പോയി ആ വനിതാ പോലീസ്. പേടിക്കണ്ട, എന്നിലൂടെ ആരും ഒന്നും പുറത്തറിയില്ല. പക്ഷേ എന്നെങ്കിലും നീ തന്നെ നിന്റെ ഈ കഥ പുറം ലോകത്തെ അറിയിക്കണം. കാരണം അനുഭവസ്ഥരിൽ നിന്ന് തന്നെ നമ്മുടെ സമൂഹം അറിയണം ലഹരിയുടെ ഇത്തരം ക്രൂരമായ ദോഷവശങ്ങളെപ്പറ്റി. മറുപടിയായി ഒന്ന് മൂളിയ ശേഷം പതിയെ വിദൂരതയിലേക്ക് നോട്ടം തിരിച്ചു ശാന്തി. അറിഞ്ഞിട്ടെന്ത് കാര്യം? ഞാനും മോളും കുറച്ചുനാൾ ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകളായി നിറഞ്ഞു നിൽക്കും. മാധ്യമങ്ങൾ ആഘോഷമാക്കും. പിന്നെ പതിയെ പതിയെ എല്ലാവരും മറക്കും. തെറ്റുകൾ വീണ്ടും ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. ആത്മഗതത്തോടെ തിരിയവേ അവൾ കണ്ടു തൻ്റെ പുതിയ വാസസ്ഥലത്തെ ആ വലിയ ഗേറ്റ്, ഒപ്പം ആ വലിയ അക്ഷരത്തിലുള്ള എഴുത്തും. സെൻട്രൽ ജയിൽ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.